പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. അഖിൽ ഫത്തിൻ സംവിധാനം ചെയ്ത് നിവിൻ പോളിയുടെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രമാണ് സർവമായ എന്ന ചിത്രം. അജു വർഗീസ്, ജനാർദ്ദനൻ, മധു വാര്യർ, രഘുനാഥ് പല്ലേരി എന്ന് വേണ്ട എല്ലാവരും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട ഈ ചിത്രം മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ നേടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് 8 കോടി കളക്ട് ചെയ്യും എന്ന്. ആദ്യ ദിവസം അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരള കളക്ഷൻ കാണിക്കുന്നത് 3.5 കോടി ആണ്. അതുപോലെ കർണാടകത്തിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് ഇത് ഇന്നലെ കളക്ട് ചെയ്തത്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 4 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 12 ലക്ഷം, കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 3.50 കോടി, ഹിന്ദി ബെൽറ്റിൽ നിന്ന് 4 ലക്ഷം രൂപ, അങ്ങനെ 3.95 കോടി രൂപയാണ് ഇത് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ വളരെ നാളിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വിജയിക്കുന്നു. 3.5 കോടിയോളം കേരള കളക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ മികച്ച രീതിയിലുള്ള ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നു. ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നിവിൻ പോളിയുടെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. സർവമായ കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാവരും പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ ഒരു ചിത്രമാണ്. വളരെ നാളിന് ശേഷം ഓജസ്സും തേജസ്സും ഉള്ള ആ നിവിൻ പോളിയെ തിരിച്ചു കിട്ടി എന്നായിരുന്നു പൊതുവെ എല്ലാവരുടെ അഭിപ്രായം. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ ഓവർസീസ് കളക്ഷനായിട്ട് 4.5 കോടി രൂപയാണ് ഫാഗ്നിക് എന്ന പ്രമുഖ ട്രാക്കർമാർ കാണിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 8 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ആദ്യ ദിനം കളക്ട് ചെയ്തിരിക്കുന്നത്. ദിനത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കളക്ഷനാണ് 8 കോടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ 8 കോടി ചിലപ്പോൾ അതിൽ കൂടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏകദേശം 11,000, 12,000, 10,000 താഴെ ഒരു സമയത്ത് പോലും ടിക്കറ്റ് വിൽപ്പന മാറിയിട്ടില്ല. ആ രീതി ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നടക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. കേരളത്തിൽ നിന്ന് 3.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ വേൾഡ് വൈഡ് എനിക്ക് തോന്നുന്നു ഇന്നും 8 കോടിക്ക് ലെവൽ തന്നെയായിരിക്കാം കിട്ടാൻ പോകുന്നത്. ഇന്നുകൊണ്ട് ഈ ചിത്രം 16 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത, 16 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇന്നുകൊണ്ട് കാണുന്നത്. സർവമായ എന്ന ചിത്രം ബമ്പ ഹിറ്റിലേക്കാണ് നീങ്ങുന്നത്. ഈ ക്രിസ്മസ് നിവിൻ പോളി തൂക്കി എന്ന് തന്നെ നിസ്സംശയം പറയാവുന്ന രീതിയിൽ തന്നെയുള്ള കളക്ഷനുമായിട്ടാണ് മുന്നേറുന്നത്. പിന്നെ ഇതിന് ഒത്തിരി പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ക്ലാഷ് റിലീഫായ പല ചിത്രങ്ങളും പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല. അതുപോലെ നീണ്ട റണ്ണിങ്ങിനുള്ള സമയമുണ്ട്. കാരണം ക്രിസ്മസ് അവധിക്കാലമാണ്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൊണ്ട് തന്നെ 50 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് വില ചൂണ്ടുന്നത്. അപ്പോൾ 50 കോടി എത്താൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, 100 കോടി എത്തുമോ എന്നുള്ളത്. 100 കോടിയാണല്ലോ ഇപ്പോഴത്തെ കണക്ക്. അതെനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും 100 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത്. കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റിനും വിശേഷങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.